നിങ്ങളൊരു എ സി വാങ്ങിക്കുമ്പോൾ, നിങ്ങളൊരു ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ, നിങ്ങളൊരു ടി വി വാങ്ങിക്കുമ്പോൾ, നിങ്ങളൊരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിക്കുമ്പോൾ, നിങ്ങൾ വീട്ടിലൊരു LED സ്ട്രിപ്പ് വാങ്ങിക്കുമ്പോൾ എല്ലാം ഇലക്ട്രീഷ്യൻ ആണോ വാങ്ങിക്കേണ്ടത്? അല്ലെ ഇലക്ട്രീഷ്യന്റെ ഉപദേശമാണോ വാങ്ങിക്കേണ്ടത്? അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യനെയാണോ ഏൽപ്പിക്കേണ്ടത്? പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇലക്ട്രിസിറ്റി ബോർഡിനെ പറ്റിയല്ല, ഇലക്ട്രിസിറ്റിയെ പറ്റിയാണ്, നമ്മുടെ ഉപയോഗത്തെ പറ്റിയാണ്. റെക്കോർഡ് ടൈമിലാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഉപഭോഗം. വേനൽക്കാലമാണ്, ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും എ സി ഉണ്ട്, എല്ലാ വീടുകളിലും എ സി ഉണ്ട്, എല്ലാ വീടുകളിലും ഫാനുകളുണ്ട്. പക്ഷേ ഏത് തരം ഫാൻ വേണം നമുക്ക്, ഏത് തരം എ സി വേണം നമുക്ക്, ഏത് തരം ടി വി വേണം നമുക്ക് എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് പലർക്കും അറിയില്ല. ഏതെങ്കിലും ഒരു എ സി മതി എന്നല്ല നാം ചിന്തിക്കേണ്ടത്, അത് എങ്ങനെയുള്ളതാവണം, നമ്മുടെ വീട്ടിലേക്കുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, എന്തൊരു ചൂടാണ് വീട്ടില്, കുട്ടികളുടെ എക്സാമൊക്കെയാണ്, ഒരു എ സി വാങ്ങിക്കണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു, എ സി വാങ്ങിക്കുക, നല്ലൊരു ടൈമല്ലേ ഇത്. അപ്പൊ പറയുകയാണ്, ഇലക്ട്രീഷ്യൻ വാങ്ങിച്ചിട്ട് വരും, ഇലക്ട്രീഷ്യനോട് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് പരിചയമുള്ള ഇലക്ട്രീഷ്യനാണ്, എല്ലാ സാധനവും വീട്ടിൽ വാങ്ങിക്കുന്നത് ആ ഇലക്ട്രീഷ്യനെ കൊണ്ടാണ്. അപ്പൊ ഇതും വാങ്ങിക്കാനായിട്ട് അദ്ദേഹം കൊണ്ടുവരും. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളുടെ വീട്ടിലേക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ, ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളൊരു സിനിമ കാണുകയാണ്, ഒരു 100-150 രൂപ മുടക്കിയായിരിക്കും നമ്മൾ സിനിമയ്ക്ക് പോവുക. ആ സിനിമയ്ക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്തായിരിക്കും? അതിന്റെ സംവിധാനമാരാണ്, ആ സിനിമയിൽ അഭിനയിച്ചത് ആരാണെന്ന്, ആ സിനിമയുടെ ഗാനങ്ങൾ ആരാണ്, തിരക്കഥ ആരാണ്, സംഭാഷണമാരാണ്, അതിന്റെ ബ്രാൻഡ്, അതായത് ഏത് ബാനറിലാണെന്ന് പോലും നമ്മൾ നോക്കിയിട്ടല്ലേ വാങ്ങിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കേണ്ട, കാലങ്ങളോളം നമ്മളെ സേവനം ചെയ്യേണ്ട ആ ഒരു എ സി വാങ്ങിക്കുമ്പോൾ എന്തിന് മറ്റൊരാളെ ഏൽപ്പിക്കണം? അത് നമ്മൾ തന്നെ സ്പെസിഫിക്കേഷൻസ് നോക്കി വേണം വാങ്ങിക്കാനായിട്ട്. സ്പെസിഫിക്കേഷൻ ആണ് ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും ഫേസ് വാല്യൂ അറിയുന്നത്. അതായത് അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കേണ്ടത്. ഒരു ബൈക്കാണെങ്കിലും ഒരു കാറാണെങ്കിലും അല്ലേ, നമ്മൾ അത് നോക്കിയല്ലേ. ഇപ്പൊ ഒരു ബസ്സിൽ നമ്മൾ കയറുന്നു, ഫാസ്റ്റ് ഉണ്ട്, ഓർഡിനറി ഉണ്ട്, സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, സൂപ്പർ ഡീലക്സ് ഉണ്ട്, ഏതിനും കയറാം. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളതിന്റെ ടിക്കറ്റ് നോക്കും. ടിക്കറ്റ് റേറ്റ് മാത്രമാണ് നോക്കുന്നത്. ആ വണ്ടി വേഗത്തിൽ അവിടെ എത്തുമോ എന്നറിയും അല്ലേ, എത്ര ടൈം കൊണ്ട് എത്തും. അപ്പോൾ ഇതുപോലുള്ള തലങ്ങളിലേക്ക് പോകുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഐറ്റംസ്. ഏറ്റവും സൂക്ഷിക്കേണ്ട ഒന്നാണ് ഇലക്ട്രിക്കൽ ഐറ്റം വാങ്ങിക്കുമ്പോഴുള്ള കാര്യം. കഴിഞ്ഞ ദിവസം ഞാൻ വീടിന്റെ പുറത്ത് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു വ്യക്തി കടന്നു പോവുകയാണ്. കടന്നു പോയ ശേഷം എന്നോട് ചോദിക്കുകയാണ്, സാറേ വീട്ടിലെ കറണ്ട് കാശൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ? ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ ചോദിക്കാൻ? അതല്ല, വീട് കണ്ടിട്ട് അങ്ങനെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, 2 മാസത്തേക്ക് 240 താഴെ യൂണിറ്റ് എനിക്ക് വരുന്നുള്ളൂ. 240 യൂണിറ്റ് താഴെയോ? അതെങ്ങനെ? ഞങ്ങൾക്ക് പോലും 300-400 യൂണിറ്റാണല്ലോ സാറേ വരുന്നത്. ഞാനപ്പോ വീട്ടിലേക്ക് കിടക്കുന്ന 2 കാറ് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ദേ ആ 2 കാറ് കണ്ടോ? ഈ കാറുകൾ ഒരു മാസം 1 ലിറ്റർ പെട്രോൾ പോലും ഉപയോഗിക്കില്ല. അപ്പൊ അയാളെ വണ്ടടിച്ചു പോയി. 1 ലിറ്റർ പെട്രോളും വേണ്ടേ? അതെന്താ കറണ്ടിന്റെ ആണോ? ഞാൻ ഒരു കറണ്ടിന്റെ അല്ല. അപ്പൊ അപ്പുറത്ത് സ്കൂട്ടർ ഇരിപ്പുണ്ട്, അതിനപ്പുറത്തും ബൈക്ക് ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, ഞാനും വൈഫും മാത്രം. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സ്കൂട്ടർ മതി പോകാനും വരാനും. പിന്നെ വല്ലപ്പോഴും ആണ് ആ കാർ എടുക്കുന്നത്. കാർ എടുക്കേണ്ട ആവശ്യമേ ഇല്ല. അത് തന്നെയാണ് ഇപ്പൊ താങ്കൾ കാണുമ്പോൾ ഈ വീട്ടില് 10-11 മുറി ഉണ്ട്, പക്ഷേ അതിൽ എല്ലാം ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾ 2 പേരും കൂടി ഒരു മുറിയിലാണെങ്കിൽ ആ ഒരു മുറിയിൽ ലൈറ്റ് ആയിരിക്കും ഇടുന്നത്, ആ ഒരു മുറിയിലെ ഫാൻ ആയിരിക്കും ഇടുന്നത്. അത് BLDS ഫാൻ ആകുമ്പോൾ കറണ്ട് കുറയും. എന്താണ് BLDS ഫാൻ? എന്താണ് സാധാരണ വൈൻഡിങ് ടൈപ്പ്
ഫാൻ ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഇൻവെർട്ടർ എ സിയും നോൺ ഇൻവെർട്ടർ എ സിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞാൽ അതിന്റെ കൺസംഷൻ പറഞ്ഞുതരാം. സ്റ്റാർഡ് 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ഇങ്ങനെ സ്റ്റാറുകളില്ലേ, ആ സ്റ്റാർ റേറ്റിംഗിന്റെ വ്യത്യാസം എന്താണ്, അത് എത്രയധികം കൺസംഷൻ വരും, അതും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇനി തുടർച്ചയായിട്ട് ഇലക്ട്രിസിറ്റിയെ പറ്റിയായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്, എങ്ങനെ കറണ്ട് കാശ് ലാഭിക്കാം എന്നാണ്. പിന്നെ സോളാർ നമ്മൾ വാങ്ങിക്കേണ്ട പരിധിയിലെത്തിയോ എന്നതും കൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആ വ്യക്തിയിലോട്ട് വരികയാണ്. ആ വ്യക്തി എന്നോട് ചോദിച്ചൊരു കാര്യം എന്താണ്, സാർ എങ്ങനെ ഈ കറണ്ട് കാശ് കുറക്കുന്നു, സാർ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ, സാറിന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ എല്ലാ കാര്യങ്ങളും അറിയാലോ. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതും നിങ്ങൾ ചോദിക്കുന്ന ഒരു ഇലക്ട്രിസിറ്റിക്കാരനോടാണ്. എല്ലാവരും കറണ്ട് ചാർജ് എങ്ങനെ കുറക്കണമെന്നുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ വഴികാട്ടിയായില്ലെങ്കിലോ, ഒരു വഴികാട്ടി ആ വഴിയെ അറിയുന്നവനാവണം, ആ വഴിയിലൂടെ നടക്കുന്നവനാവണം. അതെ, ഞാൻ ആ വഴി അറിയുന്നവനും ആ വഴിയിലൂടെ നടക്കുന്നവനുമാണ്. ഞാൻ ഓഫീസിലായിരുന്നപ്പോഴും എല്ലാവർക്കും അതിന്റെ ഉപദേശങ്ങൾ നൽകുമായിരുന്നു. 25 വർഷങ്ങളായിട്ട് അത് ചെയ്യുമായിരുന്നു. ഞാൻ KECB കയറുന്ന കാലത്ത് CFL ഒന്നും ഇല്ല. ആ കാലത്ത് LED ഇല്ല, സാധാരണ ബൾബ്, ഇൻകാൻസൻ ബൾബാണ്. അതായത് ഈ കാലത്ത് നമ്മള് പലരും തന്നെ ഫാഷനായിട്ട് ഉപയോഗിക്കുന്ന ഇൻകാൻസൻ ലാമ്പ്, അതില് ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ്. ആ ടങ്സ്റ്റൺ ഫിലമെന്റ് ചൂടായി അല്ലെങ്കിൽ എരിഞ്ഞാണ് നമുക്ക് പ്രകാശം നൽകുന്നത്. അതായത് ഒരു തീപ്പന്തമാണെന്ന് വിചാരിക്കുക, ആ തീപ്പന്തം എങ്ങനെയാണ്, വെറുതെ അല്ലല്ലോ പ്രകാശം വരുന്നത്, അതായത് അത് എരിഞ്ഞു വേണം. പോട്ടെ, കാൻഡിലിന്റെ കാര്യം എടുക്കാം. കാൻഡിൽ ഇലക്ട്രിക് ടൈപ്പ് കാൻഡിൽ ഉണ്ട്. ആ കാൻഡിൽ എങ്ങനെയാണ്, ഇങ്ങനെ ഫ്ലെയിം കാണിക്കും അല്ലേ, ആ ഫ്ലെയിം കത്തുന്നതല്ല. എന്നാൽ ഒരു മെഴുകുതിരിയാണെങ്കിലോ അത് ഇങ്ങനെ കത്തി വരും അല്ലെ, അത് കത്തിയാൽ മാത്രമേ പ്രകാശം കിട്ടുള്ളൂ. അതെ, അത് തന്നെയാണ് ഇൻകാൻസൻ ബൾബിന്റെയും പ്രത്യേകത. ആ ടങ്സ്റ്റൺ ബൾബ് ചൂടായി പഴുത്ത് വന്നിട്ട് അത് ആണ് പ്രകാശം നൽകുന്നത്. അത് കൂടുതൽ കറണ്ട് ആകും. 60 വാട്ട്സും 40 വാട്ട്സും 100 വാട്ട്സൊക്കെയാണ് ആ കാലത്ത് യൂസ് ചെയ്യുന്നത്. കാര്യം നല്ല പ്രകാശം വേണ്ടി 100 വാട്ട്സൊക്കെ 200 വാട്ട്സൊക്കെ ഉപയോഗിക്കുന്ന വീടുകളുണ്ട്. ആ കാലത്തും ജനങ്ങൾ കറണ്ട് കാശ് കൂടുതൽ എന്ന് പറയുമായിരുന്നു. ഞാൻ KSEBയിൽ ആയിരുന്നത് കൊണ്ടാണ് ആ ഒരു തലത്തിലേക്ക് വരുന്നത്. മീറ്ററായിട്ട് വരുമ്പോൾ 2000-ലാണ് നമുക്ക് സ്പോട്ട് ബില്ല് തുടങ്ങുന്നത്. ആ സ്പോട്ട് ബില്ലിങ്ങിന് വരുമ്പോഴാണ് കറണ്ട് കാശ് 2 മാസത്തേക്ക് എത്ര വരുന്നു, 1 മാസത്തേക്ക് എത്ര വരുന്നു എന്ന് ജനങ്ങൾ അറിയുന്നത്. അത് മുമ്പ് 6 മാസത്തെ റീഡിംഗ് ആയിരുന്നു. അതായത് ഒരു 6 മാസത്തെ റീഡിംഗ്, 2 മീറ്ററുടെ ഒരു വലിയ സെക്ഷനിൽ ഉണ്ടാവുള്ളൂ. അദ്ദേഹം ഓരോ വീടുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങി പോകും. അപ്പൊ 6 മാസത്തിലൊരിക്കലാണ് റീഡിംഗ് വരുന്നത്. അപ്പോൾ അതൊരു അഡീഷണൽ ബില്ല് വരാം. അത് നമ്മളുടെ മാസത്തെ വെച്ച് ഇങ്ങനെ കണക്ക് കൂട്ടും. അതിൽ കൂടുതൽ വരുന്നതിന് ഒരു അഡീഷണൽ ബില്ലാണ് ആ കാലത്ത് വരുന്നത്. ഒരു വലിയൊരു എമൗണ്ട് ആയിട്ടൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. എന്നാൽ 2000 മുതൽ നമ്മൾ സ്പോട്ട് ബില്ലിംഗ് തുടങ്ങിയാണ്. ആ സ്പോട്ട് ബില്ലിംഗ് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു മാസത്തേക്ക് 22 രൂപ, അതായത് 2 മാസത്തേക്ക് 44 രൂപ മിനിമം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അത്ഭുതം എന്നുള്ളതല്ല, വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത്രയാണോ കറണ്ട് കാശ്, അത്രയും കൂടുതൽ. അപ്പോഴും ഞാൻ കറണ്ട് കാശ് കുറക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കും. അത് മീറ്റർ റീഡിങ്ങിന് പോകുമ്പോഴും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഞാൻ അവർക്കെല്ലാം അവരോട് ഞാൻ സംസാരിക്കും. വെറുതെ പല മീറ്ററുകളെ പറ്റി മോശം അഭിപ്രായം വരുന്നതാണ്, അവരൊന്നും സംസാരിക്കുന്നില്ല, ഇങ്ങനെ മുഖം ദേഷ്യപ്പെട്ട് വന്ന് പോകുന്ന പറയുക. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എല്ലാ വീടുകളിലും പോയിട്ട് അവരുടെ സംസാരിക്കും, കുശലാന്വേഷണം നടത്തിയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോഴാണ് ഈ ഓരോ കാര്യങ്ങളോട് ചോദിക്കുമ്പോൾ അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ആ കാലത്ത് CFL ഇല്ല, പിന്നെയാണ് CFL വരുന്നത്. അതിനുശേഷം LED വന്നപ്പോൾ CFL വരുന്ന കാലത്ത് KECB എന്ത് ചെയ്തു, വേനൽക്കാലത്തിന് മുമ്പായിട്ട് ആ CFL ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും BPLകാർക്ക് ഫ്രീ ആയിട്ടും മറ്റുള്ളവർക്ക് സൗജന്യ നിരക്കിൽ നൽകുകയും ചെയ്തു. അതുകൊണ്ട് കുറേയൊക്കെ ഇലക്ട്രിസിറ്റി നമുക്ക് വേനൽക്കാലത്ത് പിടിച്ചു നിർത്താനായി. പിന്നെ കാലങ്ങൾ കഴിഞ്ഞു, അപ്പോൾ LED ലൈറ്റ്സ് ആയി. LED ലൈറ്റ്സും അതുപോലെ തന്നെ നമ്മള് കുറച്ചൊരു വാട്ടർ റേറ്റിംഗ് ആണ് LED ലൈറ്റ്സ്, കൂടുതൽ പ്രകാശം നൽകും. LED ലൈറ്റ്സ് അതുപോലെ തന്നെ നമ്മൾ നൽകിയത് എങ്ങനെയാണ്, റേറ്റ് കുറഞ്ഞ് അല്ലെ സബ്സിഡി റേറ്റിൽ, അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് നമ്മൾ
നൽകി തുടങ്ങി. അതും നമ്മൾ എന്താണ്, വേനൽക്കാലത്തെ കറണ്ടിന് പിടിച്ചു നിർത്താനായിട്ടാണ്. അത് ഉയർന്ന തുക കൊടുത്ത് വേണം നമ്മൾ വേനൽക്കാലത്ത് കറണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കാൻ. നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഇരട്ടിയിലധികമാണ് നമ്മളുടെ കൺസംഷൻ വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു തലത്തിൽ ചെയ്യേണ്ടി വന്നത്. LED വന്നു. LED വന്ന് ഒക്കെ ഒരുമാതിരിയൊക്കെ ഓക്കെ ആയിരിക്കുന്ന സമയത്താണ് ഒരു വില്ലൻ വരുന്നത്. ആരാണ് വില്ലൻ? ചൈനക്കാരുടെ ഒരു ഉൽപ്പന്നമാണ് ഇൻഡക്ഷൻ കുക്കർ. ആ ഇൻഡക്ഷൻ കുക്കർ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? എല്ലാവർക്കും സന്തോഷമായി. കാര്യം അതിന്റെ പരസ്യം എങ്ങനെയാണ്? ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കുന്നതിന് ഇത്ര കറണ്ടേ വരുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതമായി. നോക്കുമ്പോഴോ പൊള്ളലില്ല, അതുപോലെ തന്നെ ഷോക്കില്ല, മറ്റുള്ള യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. കാണാൻ ഭംഗി, ഒരു ടേബിൾ ടോപ്പ് രീതിയിൽ ഇരിക്കുന്നു. സൗണ്ടില്ല, എന്തുകൊണ്ടും സേഫ്. സെക്കൻഡുകൾക്കുള്ളിൽ വെള്ളം ചൂടായി. ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കാനുള്ള കറണ്ട് അവർ പറഞ്ഞല്ലോ. എന്നാൽ ഒരു ടംബ്ലർ വെള്ളം ചൂടാക്കുന്ന കാര്യമല്ല പറയുന്നത്. ഒരു വലിയ പാത്രത്തിൽ വെള്ളം ചൂടാക്കുന്ന കാര്യമല്ല പറഞ്ഞത്. അത് ഗ്യാസിന് തിളപ്പിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ലാഭമായിരിക്കും. അപ്പൊ അതിന്റെ കാര്യം ഞാൻ പറയാം. അതുപോലെ തന്നെ റേഡിയേഷൻ എന്ന് പറയുന്നു ഇൻഡക്ഷൻ കുക്കറിന്. ആ റേഡിയേഷൻ എന്ന് പറയുന്നത് അത്രയധികം വരുന്നില്ല, അതുകൊണ്ട് പേടിപ്പിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ചൊരു പ്രശ്നമുള്ള ഇതാണ്, പേസ് മേക്കർ പിടിപ്പിച്ചിട്ടുള്ളവർ അടുത്ത് പോകരുത്, പ്രഗ്നന്റ് ലേഡീസ് അടുത്ത് പോകരുത്, ഒരു 2 അടി പിന്നിലോട്ട് മാറി നിൽക്കുക ആരായാലും. അതോടൊപ്പം തന്നെ ഇതിന് വരുന്നത് ലോ റേഡിയേഷൻ ആണ്, ലോ ലെവൽ റേഡിയേഷൻ. അതായത് നമ്മുടെ ലാപ്ടോപ്പിനും അതുപോലെ നമ്മുടെ ഫോണുകൾക്കും വരുന്ന ആ ലോ ലെവൽ റേഡിയേഷനെ അതിന് വരുള്ളൂ. അതുകൊണ്ട് പേടിക്കണ്ട. പക്ഷെ കറണ്ട് 1500-നും 2500 ഇടയ്ക്ക് വാട്ട് റേറ്റ് ആയിരുന്നു. ഈ 2500 എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ 2.5 യൂണിറ്റ് കറണ്ട് വരും. അത് അവർ പറയുന്ന വാട്ടേജ് ആയിരിക്കില്ല, ചിലപ്പോൾ അതിൽ കൂടുതലായി. നമ്മുടെ ഫാൻ തന്നെ 70 വാട്ട്സ് എന്ന് പറഞ്ഞ വാങ്ങിക്കുന്ന ഫാൻ ചില 100 വാട്ട്സ് ആകാം. ആ കമ്പനി ലോക്കൽ കമ്പനി ആകുമ്പോൾ അത് 120 വാട്ട്സ് ആകാം, 150 വാട്ട്സ് ആകാം. അപ്പോൾ ആ സ്പെസിഫിക്കേഷനിൽ നോക്കിയാലേ അത് കൃത്യമായിട്ട് നമുക്ക് അറിയാനാകും. ഫ്രിഡ്ജിനായാലും ഏതിനായാലും ഒരു സ്റ്റിക്കർ കണ്ടിട്ടുണ്ടാവും. 2 സ്റ്റാർ, 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ എന്നിങ്ങനെ സ്റ്റാറിന്റെ ഉപകരണങ്ങളാണ് നമുക്കുള്ളത്. അതിലെ ചില സാങ്കേതികത ജനങ്ങൾ നോക്കാറില്ല. ഒരു AC എടുക്കുകയാണെങ്കിൽ അവർ നോക്കുന്നത് ടണ്ണേജ് റേറ്റ് ആണ്. അപ്പോൾ ഒരു മുറിക്ക്, ഒരു 150 സ്ക്വയർ ഫീറ്റ് ഉള്ള മുറിക്ക് 1.5 ടൺ വേണം, 100 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു മുറിക്ക് 1 ടൺ വേണം. എന്നാൽ അതിന്റെ കൂളിംഗ് കപ്പാസിറ്റി അവർ നോക്കില്ല, ഒരു ബി ലെവൽ നോക്കില്ല. അങ്ങനെ ചില കാര്യങ്ങളുടെ വ്യക്തത അവർക്കറിയില്ല. ആരെങ്കിലും പറഞ്ഞു കേട്ടു നമ്മളുടെ വീട്ടിലേക്ക് വേണ്ടത് 1.5 ടണ്ണാണ്, നല്ല കൂളിംഗ് കിട്ടുന്നു. പക്ഷെ 1.5 ടണ്ണിന്റെ ഒരു AC വെച്ചാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന കൂളിംഗ് കിട്ടിയില്ലെങ്കിലോ? കൂളിംഗ് കിട്ടാത്തത് AC-യുടെ കുഴപ്പമോ AC-യുടെ കമ്പനിയുടെ കുഴപ്പമൊന്നുമല്ല, പക്ഷെ അത് നമ്മളുടെ സെലക്ഷന്റെ കുഴപ്പമാണ്. നമ്മൾ പരസ്യങ്ങളെ നോക്കിയാണ്, ബ്രാൻഡുകളെ നോക്കിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഇന്ന് ഇത്രയും പറയുകയാണ്. ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു തേപ്പ് പെട്ടിയെ പറ്റി, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജിനെ പറ്റി, അല്ല ഫ്രിഡ്ജിന്റെ റേറ്റിങ്ങിനെ പറ്റി, പറ്റി, അതുപോലെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അടുക്കള ഉപകരണങ്ങൾ, വാഷിംഗ് മെഷീൻ, അടുക്കള ഉപകരണങ്ങളെ പറ്റി എന്തും, ഒരു ടോപ്പ് ലോഡും ഫ്രണ്ട് ലോഡും നമ്മൾ വ്യത്യാസം എന്താണ്, ഒരു സെമി ഓട്ടോയും ഫുള്ളി ഓട്ടോമാറ്റിക് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിന്റെ കൺസംഷൻ എന്താണ്, എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഓരോ ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് നൽകാം. ഇലക്ട്രിസിറ്റി പാഴാക്കരുത്, അത് മൂല്യമുള്ളതാണ്. ഇപ്പോൾ ഒരു 1500 രൂപ കറണ്ട് കാശ് 2 മാസത്തേക്ക് വരുന്നൊരു വ്യക്തിക്ക് സോളാറിന്റെ ആവശ്യമില്ല. ഒരു 3000 രൂപയ്ക്ക് മുകളിൽ വരുന്ന ആൾക്ക് സോളാറിന്റെ ആവശ്യമുള്ളൂ. അതിന്റെ വ്യക്തതയും കാര്യകാരണങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയുമായി, ഇലക്ട്രിസിറ്റി ലാഭിക്കുന്നതിന്റെ വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. ഏവർക്കും നമസ്കാരം. താങ്ക് യു. എവരെയും ദൈവം